വളരെയധികം റൊമാൻറ്റിക് ഫീലിങ്സ് ഉണർത്തുന്ന പാട്ടുകളാണ് ഇപ്പോൾ പലതും. എന്താണ് റൊമാൻസ് എന്നുള്ളതിൻ്റെ ആ പരിഭാവനതയെ പ്രൊജക്റ്റ് ചെയ്യാതെ ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് എന്നുള്ള ഇതിലേക്കും ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് കിട്ടുന്ന കാഴ്ചപ്പാട് തന്നെ വികലമാണ്. നന്നായി പഠിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാൻ കോൺസെൻട്രേഷൻ ഇല്ല, ശ്രദ്ധയില്ല. അങ്ങനെ തീരുമാനിച്ചവർക്ക് എല്ലാം ഒന്നും ധീരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയ ചരിത്രവും ഇല്ല. ഒരുപക്ഷെ പ്രിൻസിപ്പിൾസ് മറന്നാലും സ്റ്റോറീസ് മറക്കത്തില്ല. പ്രണയത്തിലൊരു സുഖം ഉണ്ടായിരുന്നു, കാരണം അതൊരു റിയാലിറ്റി അല്ലായിരുന്നു. ഇൻഫാറ്റുവേഷൻ എന്ന് പറഞ്ഞ പദത്തിൻ്റെ ഒരു ഇംഗ്ലീഷിലുള്ള ഒരു ഡെഫിനേഷൻ ഫൂളിഷ് ലവ് എന്നാണ്. ചാടി ഇറങ്ങുക ഈസി അല്ലെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഇമോഷണൽ കാര്യമാണ്. അങ്ങനത്തെ ബ്ലാക്ക് മെയിലിങ്ങും ഓവർകം ചെയ്യാൻ നമുക്ക് ലീഗലി പറ്റും. ശരിയായിട്ടല്ല, ചേരുമ്പടി അല്ലാത്ത ഇതിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവനും ഇതുപോലെ ആയിരിക്കും, ട്രോമയായിരിക്കും. ഇനി നമ്മുടെ ഈ റിലേഷൻഷിപ്പ് പോലെ തന്നെ ഒരു പ്രോബ്ലമാണ് ഈ ആഫ്റ്റർ എഫക്ട്സ്. ഇതിൽ നിന്ന് മൂവ് ഓൺ ആവുന്ന കാര്യം പലപ്പോഴും നമ്മൾ പലരുമായിട്ട് ഇങ്ങനെ ഈ റിലേഷൻഷിപ്സിൽ നിന്നൊക്കെ ബ്രേക്കപ്പ് ആയവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് വർഷങ്ങൾ കഴിഞ്ഞാലും അതിൽ നിന്ന് മൂവ് ഓൺ ആവാൻ പറ്റാതെ ആ മെമ്മറീസിൽ ട്രാപ്ഡായി പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മളിപ്പോൾ കണ്ടുവരുന്നൊരു കാര്യം തന്നെ. അപ്പം എങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം? നേരത്തെ പറഞ്ഞാലും റിലേഷൻഷിപ്പിൽ നിന്ന് മാറുന്ന മാത്രമല്ല, കംപ്ലീറ്റ്ലി അതിൽ നിന്നും ഫോർവേഡായിട്ട് പോകാനുള്ള അതിനുള്ള സ്റ്റെപ്സ് ഫസ്റ്റ് എന്തെങ്കിലും സജസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇപ്പം നമ്മൾ മൂവ് ഓൺ ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു കാര്യം അസ്യൂം ചെയ്യുന്നുണ്ട്. ഈ വ്യക്തിക്ക് മനസ്സിലായി ഈ റിലേഷൻഷിപ്പ് ശരിയല്ല, എനിക്കിത് പറ്റില്ല എന്ന് മനസ്സിലായി, അത് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതുകൊണ്ടാണല്ലോ ഇത് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രേക്ക് ചെയ്യുമ്പോൾ എനിക്കിനി മൂവ് ഓൺ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം, ആ വ്യക്തിയുടേതായിട്ട് എൻ്റെ കയ്യിലുള്ള എന്തേലും സൊവനീർ ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കണം. അവരുടെ ഓർമ്മകൾ നൽകുന്നെങ്കിലും നശിപ്പിക്കുക. അതിപ്പോൾ സ്ക്രീൻഷോട്ട് ആണെങ്കിലും കൊള്ളാം, ഫോട്ടോസ് ആണെങ്കിലും കൊള്ളാം, ഗിഫ്റ്റ് തന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ആണെങ്കിലും കൊള്ളാം, ഫേസ്ബുക്കിൽ കിടക്കുന്നതാണെങ്കിലും കൊള്ളാം, എല്ലാം ഡിലീറ്റ് ചെയ്യണം, അൺഫ്രണ്ട് ചെയ്യണം. 100% പറിച്ചു മാറ്റണം. അല്ലാതെ ചിലർ ചെയ്യുന്നതെന്നു അറിയാം, ഓക്കെ നമുക്ക് കല്യാണത്തിലേക്ക് പറ്റത്തില്ല, ഓക്കെ നമുക്ക് ഫ്രണ്ട്സായി തുടരാം. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ചും ഇതിൽ ഒരാൾ ചെന്ന് കല്യാണം കഴിച്ച് ആ ഫാമിലി ലൈഫ് ശരിയാവുന്നില്ലെങ്കിൽ പെട്ടെന്ന് തിരിച്ച് മറ്റേലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇത് മൂവ് ഓൺ ചെയ്യാന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് 100% കട്ട് ഓഫ് ചെയ്യുക. ആ റിലേഷൻഷിപ്പും കോളും നമ്പരും കംപ്ലീറ്റ് കട്ട് ഓഫ് ചെയ്യണം. പക്ഷേ അതിലൊരു പ്രശ്നം നമ്മൾ കാണുന്നത്, ഇപ്പോൾ ഒരു വർക്ക് എൻവയൺമെൻറ്റിൽ ഒരു റിലേഷൻഷിപ്പ് ആയവരാണെങ്കിൽ അവർ വീണ്ടും കണ്ടുമുട്ടാൻ സാധ്യതകളില്ല. അപ്പോൾ ചിലപ്പോൾ അവർക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ട് അവരോടൊരു കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യേണ്ടി വന്നേക്കാം. അതേപോലെ തന്നെ നമ്മളിപ്പോഴും നമ്മുടെ കോളേജസിൽ നോക്കിക്കഴിഞ്ഞാൽ, കോളേജ് ബന്ധങ്ങളിലായാലും അവർ തിരിച്ച് ക്ലാസ് റൂമിലോ കോളേജിലോ പോകുമ്പോൾ അവരെ കാണാനൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്ന ഒരാളായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്കിലും നമ്മൾ സുവനിയേഴ്സൊക്കെ നശിപ്പിച്ച് കഴിഞ്ഞാലും കാണുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഇല്ലേ? ഡെഫിനറ്റ്ലി വന്നേക്കാം. ഒന്നാമത്തെ പ്രശ്നം, ഈ രണ്ടുപേരിൽ ഒരാൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ചെല്ലുമ്പം അടുത്ത ആളെ ആയിരിക്കും മിക്കവാറും അത് പറയാനുള്ള ഒരു വേദി ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവർ തമ്മിൽ അകന്നാണ് നിൽക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഈ ആൾ എന്ന് പറഞ്ഞു, ഒന്നുമില്ല, നമ്മൾ തമ്മിൽ ഫ്രണ്ട്സാണ്, എന്നാലും നിന്നോടല്ലേ ഞാൻ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ ഇതും പറയാൻ ആഗ്രഹിക്കുക, ഓക്കെ ഗോ ഓൺ. പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും അറ്റാച്ച്മെൻ്റ് ആയി, ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആയി. അപ്പോൾ അതുകൊണ്ട് മൂവ് ഓൺ ചെയ്യണമെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തേ പറ്റുള്ളൂ തന്നെയാണ്. അപ്പോൾ രണ്ട് പാർട്ടീസും ഏകദേശം ഒരുമിച്ചാലേ ഒരു മൂവ് ഓൺ എന്നാണ് പാസ്റ്റർ പറയുന്നത്. രണ്ടുപേരും കൂടെ തീരുമാനമെടുത്ത് ആ കോണ്ടാക്ട് ഇല്ലാതാക്കിയാലേ മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇച്ചിരിയെങ്കിലും കോണ്ടാക്ട് വെച്ചാൽ, ഈവൻ ആഫ്റ്റർ സം ഇയേഴ്സ് ആണെങ്കിൽ പോലും അത് പെട്ടെന്ന് വളർന്നു വന്ന് റിലേഷൻഷിപ്പ് ആകുന്ന ഒത്തിരി കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഇടയ്ക്ക് ഞാനിപ്പോൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി ഉണ്ട്. അതിൽ ഈ പെങ്കൊച്ചിൻ്റെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവളിത് വീട്ടിൽ പറഞ്ഞില്ല. ചെറിയ കുട്ടിയൊന്നുമല്ല, മുതിർന്നയാളാണ്. കുറേ മുന്നോട്ട് പോയി ഒരു നല്ല ബോണ്ടിങ്ങിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ബോംബ് പൊട്ടിക്കുന്ന പോലെ ഇവളിത് വീട്ടിൽ പൊട്ടിച്ചു. സ്വാഭാവികമായിട്ടും പാരൻസിന് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു, അതുകൊണ്ട് പാരൻസ് പറഞ്ഞു നടക്കില്ല എന്ന് തീർത്ത് പറഞ്ഞു. അപ്പോൾ അവൾക്ക് അതിനുള്ള ശക്തിയില്ല അവരെ അതിജീവിച്ച് പോകാനുള്ള.
അപ്പോൾ പിന്നെ അതിൻ്റെ അടുത്തത് അവളുടെ ഒരു റിബല്യനാണ്, ദേഷ്യം. അവൾ പറഞ്ഞു, ഓക്കെ എന്നാ നിങ്ങൾ പറ ആരെ കെട്ടണമെന്ന്, ഞാൻ കെട്ടിക്കോളാം. ഇവരാണെങ്കിൽ ആകെ ആശങ്കപ്പെട്ടിരിക്കും, ഇത് വഴിതെറ്റി പോവുമോ, പെട്ടെന്ന് തന്നെ ഇനി ഒരു കല്യാണം നടത്തി. ഇതാണ് അവരുടെ അടുത്ത ആശങ്ക. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പെട്ടെന്ന് കിട്ടിയ ഒരു ചെറുക്കനെ പിടിച്ചങ്ങ് കെട്ടിച്ചു. ഇവള് മാനസികമായിട്ട് മൂവ് ഓൺ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഇവളോട് ചോദിച്ചു, അങ്ങനെ കെട്ടാൻ വേണ്ടി നീയല്ലേ യേശു പറഞ്ഞത്? അപ്പം ഞാൻ വിചാരിച്ചത്, സാറേ ഒരാളെ കെട്ടിക്കഴിയുമ്പോൾ ഞാനങ്ങ് ശരിയാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ കെട്ടിക്കഴിയുമ്പോൾ ശരിയാവുമല്ല ചെയ്തത്. ആ ആളോടുള്ള ബന്ധങ്ങൾ പറ്റുന്നില്ല, ഫിസിക്കൽ റിലേഷൻഷിപ്പ്, കാരണം മനസ്സിൽ മുഴുവൻ മറ്റേ ആളല്ലേ. അപ്പോൾ ഇവൾ അവസാനം അവനോട് തുറന്നു പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ഞാൻ വാസ്തവത്തിൽ കംപ്ലീറ്റ് പുറത്ത് വന്നിട്ടില്ല. ഇത് കേട്ടത് ഏത് ചെറുക്കനത് സഹിക്കാൻ പറ്റും? അതോടെ അവരുടെ ഇടയ്ക്ക് കല്ലുകടിയായി, പ്രശ്നമായി. സത്യം പറഞ്ഞാൽ വർഷം 2 കഴിഞ്ഞപ്പോൾ ഇവരങ്ങ് പിരിഞ്ഞു. അവൾ തന്നെ കാരണം കണ്ടെത്തി അവനിൽ നിന്ന് പിരിഞ്ഞു മാറി. പക്ഷെ ഡിവോഴ്സ് എന്ന് പറയാൻ ശക്തിയില്ല, കാരണം രണ്ടുപേരും സ്ട്രോങ് ബിലീവേഴ്സ് ആയതുകൊണ്ട്. രണ്ടുപേരുടെ പാരൻസും ഭയങ്കര സ്ട്രോങ്. ഡിവോഴ്സ് എന്ന് പറഞ്ഞ പദം പറയത്തില്ല. എന്നിട്ട് ഇവർ ഒന്നിപ്പിക്കാൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ അതിനകത്ത് ഞാൻ കണ്ടെത്തിയ ഒരു പ്രശ്നം ഇതാണ്, ഒരു ബന്ധം ബ്രേക്കപ്പ് ആയാൽ മിനിമം 6 മാസമെങ്കിലും വേണം അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ. അതും ഇൻറ്റൻഷനലി സ്റ്റെപ്പ് എടുത്ത് എഫേർട്ട് ഇടുവാണെങ്കിൽ, അല്ലെങ്കിൽ അത് മിനിമമാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ വർഷങ്ങൾ പോവാം. ഇത് എഫേർട്ട് ഇട്ടില്ലെങ്കിൽ പറ്റത്തില്ല. അപ്പം ഞാൻ പറയും, എഫേർട്ട് ഇട്ട് ഇതിൽ നിന്ന് 100% ആദ്യം പുറത്ത് കിടക്കണം, എന്നിട്ട് വേണം അടുത്തൊരു മൂവ് ഓൺ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ മൂവ് ഓൺ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു എലിമെൻറ്റ് വേറെ പ്രധാനപ്പെട്ടുണ്ട്. പിന്നെ ഒരു വിഷയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൂവ് ഓൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേ ട്രോമയുണ്ട്, അതിനെ ഹാൻഡിൽ ചെയ്യണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു പ്രധാന ഒരു എലിമെൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം മൂവ് ഓൺ ചെയ്യുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും കൺസിഡർ ചെയ്യേണ്ട ഒരു കേസാണ്. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമ്പം നിങ്ങൾക്ക് നല്ല ട്രോമ ഉണ്ടാവും. അത് ചിലപ്പോൾ പാരൻസ് പറഞ്ഞുകൊണ്ടായിരിക്കാം നിങ്ങളത് ബ്രേക്കപ്പ് ആക്കുന്നത്, ഇല്ലെങ്കിൽ ആ വ്യക്തി പിന്നെ ടോക്സിക് ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾ ബ്രേക്കപ്പ് ആക്കിയത്. വാട്ട് എവർ ബി ദ റീസൺ, നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലിങ്ങനെ തള്ളിക്കയറി വരാൻ ചാൻസ് ഉള്ള ചില കാര്യങ്ങൾ. ഒന്ന്, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ. വേറെ ചിലർ അധികം താഴെ പോകും, ദൈവം എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തേ, ദൈവത്തിന് കിട്ടിക്കട്ടെ. ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ പ്രേമിക്കുന്നതിന് മുമ്പേ ദൈവത്തോട് ചോദിച്ചായിരുന്നോ? അവിടെ ഒന്നും ഇല്ല. പ്രശ്നം വന്നു കഴിയുമ്പോൾ ദൈവത്തിന് ഇരിക്കണം കുറ്റം മുഴുവനും. ഇങ്ങനെ ഈ സെൽഫ് ബ്ലെയിം, സെൽഫ് ക്രിറ്റിസിസം, ഇത് ഈ ട്രോമായി ഊതി കത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിതിലുള്ള റോൾ എന്താണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ. ലൈക്ക് ഫോർ എക്സാമ്പിൾ, അപ്പനും അമ്മയും അറിയാതെ ഇങ്ങനെയൊരു ഭാര്യയുടെ സ്ഥാനത്ത്, ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഒരാളെ എടുത്തു വെച്ചില്ലേ, അത് നിങ്ങളുടെ തെറ്റല്ലേ? നിങ്ങളുടെ ഫെയ്ത്ത് കമ്മ്യൂണിറ്റി അംഗീകരിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഒരാളെ ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ കൊണ്ടുനടന്നില്ലേ, അത് നിങ്ങളുടെ കയ്യിലെ തെറ്റല്ലേ? ഇനി വേറൊന്ന്, ആ വ്യക്തി ടോക്സിക് ആയി തുടങ്ങിയ ആരംഭ നാളുകളിൽ തന്നെ നിങ്ങൾക്കിത് മനസ്സിലായതല്ലേ, എന്നിട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാതെ കൊണ്ടുനടന്നില്ലേ? ഇത്രയും ട്രോമയാകുന്നത് വരെ കൊണ്ടു നടന്ന ആരുടെ കുറ്റമാണ്? അതും നിങ്ങളുടെ കുറ്റം. തെറ്റായ ധാർമ്മികമായിട്ടുള്ള തെറ്റുകളിലേക്ക് ഈ വ്യക്തി നിങ്ങളെ നിർബന്ധിച്ചപ്പം നോ പറയേണ്ടത് സ്ട്രോങ് ആയിട്ട് നോ പറയാൻ നിങ്ങൾക്ക് കഴിയാതെ പോയതും അപ്പം അതിൻ്റെയും കുറ്റം ആരാ? അപ്പം നമുക്ക് മൂവ് ഓൺ ചെയ്യണമെങ്കിൽ, ട്രോമയിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു എലിമെൻ്റാണ് അവനവൻ്റെ തെറ്റ് സമ്മതിക്കുക, അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഈ രണ്ടാമത്തെ ഭാഗം, ഇപ്പം നമ്മളൊരു സ്കൂട്ടർ ഓടിച്ചു, മറിഞ്ഞു വീണു, കാലൊടിഞ്ഞു, നമുക്കത് വിഷവേ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് വേദന എടുക്കാൻ പാടില്ല, പ്ലാസ്റ്റർ ഇടുന്ന കേസ് എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല. നിങ്ങൾ ആ വേദന സഹിച്ച് പ്ലാസ്റ്റർ ഇട്ട് 3 മാസം കട്ടിലേക്ക് കിടന്നേ പറ്റൂ, വേറെ ഓപ്ഷൻ ഇല്ല. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഒന്ന്, നിങ്ങൾ തെറ്റ് ചെയ്തു, നിങ്ങളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്തത്, ഇതിൻ്റെ വേദന സഹിക്കണം, ഇതിൻ്റെ ട്രോമ സഹിക്കണം, എന്നിട്ട് നിങ്ങൾ എഫേർട്ട് ഇട്ട് പുറത്ത് വരണം. അതേ പറ്റൂ, വേറെ ഓപ്ഷൻ ഇല്ല. വല്ല വിഷവേ ചെയ്യുന്ന കാര്യം നടക്കില്ല. അതൊരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സ് തന്നെയാണ്. അതാണ്. പക്ഷെ അപ്പം നമ്മൾ റിലേഷൻഷിപ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വന്നൊരു പോയിന്റുകളിലൊന്നായിരുന്നു, പക്ഷെ നേരത്തെ എനിക്കൊന്ന് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലായിരുന്നു പറഞ്ഞ ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു, ലൈക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യം. എസ്പെഷ്യലി നമ്മൾ ഇപ്പോഴത്തെ ഒരു ടൈം നോക്കുമ്പോൾ
ലൈക്ക് പണ്ടത്തെ ആ ട്രഡീഷണൽ ജെൻഡർ ബൗണ്ടറി ഒന്നും ഇല്ല ഇപ്പോൾ. ഇപ്പം നമ്മുടെ സ്കൂൾസിലായാലും കോളേജസിലായാലും വർക്കിലായാലും ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ അങ്ങോട്ട് ഒരുപാട് ഫ്രണ്ട്ലി ആയിട്ടും കോൺവെർസേഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരു ടൈമിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ആ ടൈമിൽ തന്നെ നമ്മുടെ പല ചർച്ചകളിലൊക്കെ ഇപ്പോഴും വളരെ ആ ട്രഡീഷണൽ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും സംസാരിക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരു സിസ്റ്റം. അപ്പോൾ അത് ആക്ച്വലി ഹാംഫുൾ ആണോ? കാരണം ഈ കുട്ടികൾ തിരിച്ച് അവരെ പാസ്റ്റർ നേരത്തെ സൂചിപ്പിച്ച പോലെ അവർ ഒരു ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ചില മണിക്കൂറിൽ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് തിരിച്ച് അവരെ വേൾഡിലോട്ട് ഇറങ്ങുമ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്രീഡം അവർ കാണുമ്പോൾ അവരതിന് ചിലപ്പോൾ അവർ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ? സോ അങ്ങനെ നമ്മളിപ്പോഴും അത് ഇമ്പോസ് ചെയ്യുന്നത് അത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഫ്രീഡം പലപ്പോഴും മിസ്യൂസ് ചെയ്യപ്പെടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കതെങ്ങനെ പ്രോപ്പറായിട്ട് ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ചർച്ചിലായാലും പൊതുവിലായാലും നമ്മളുടെ എസ്പെഷ്യലി ഡ്യൂറിങ് മീഡിയ, കാരണം ഇപ്പം നേരിട്ട് സംസാരിക്കുന്നതിനേക്കാളും കൂടുതലും മീഡിയാസിൽ കൂടെയാണ് സംസാരിക്കുന്നത്. ഇപ്പം മീഡിയാസിൽ കൂടെ മെസ്സേജ് ചെയ്യുമ്പോഴായാലും നേരിട്ട് സംസാരിക്കുമ്പോഴായാലും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ഗൈഡ് ലൈൻ അത് പാസ്റ്റർ എന്തായിരിക്കും ആസ് എ കൗൺസിലർ റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റെപ്സ്? നമുക്ക് എപ്പോഴും വേണ്ടിയതൊരു ബാലൻസ് ആണ്, എ ഹാപ്പി മീഡിയം. ടു മച്ചും ടു ലെസ്സും വേണ്ട. അതായത് ആൺകുട്ടികളോട് പെൺകുട്ടികളോട് മിണ്ടാനേ പറ്റത്തില്ല എന്നത് ടു ലെസ്സാണ്. സദാസമയത്ത് അവരോട് ബെല്ലും ബ്രേക്കും ഇല്ലാതെ വർത്തമാനം പറഞ്ഞു ടു മച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഹാപ്പി മീഡിയം എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ പറയും, നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സെക്സിലുള്ളവർ ഫ്രണ്ട്സായി വേണം, പക്ഷെ ഒരാളല്ല, പലരും വേണം. പിന്നെ ആരോടെങ്കിലും ക്രഷ് തോന്നിയാൽ അത് സ്വാഭാവികം, ക്രഷ് തോന്നാം. ചർച്ചിനകത്തുള്ളതാണെങ്കിലും ക്ലാസ്സിലുള്ളതാണെങ്കിലും പുറത്തുള്ളതാണെങ്കിലും ആരോടെങ്കിലും ക്രഷ് തോന്നിയാൽ ഞാൻ പറയും നിങ്ങളതിനൊരു വാർണിംഗ് സിഗ്നലായിട്ട് അങ്ങ് എടുക്കണം. ക്രഷ് തോന്നിയാൽ പിന്നെ ആ വ്യക്തിയോട് അടുക്കാൻ പോകരുത്. എല്ലാവരോടും ഫ്രണ്ട്ഷിപ്പ് ആയാലും ക്രഷ് തോന്നുന്ന വ്യക്തി ഒരു അകലത്തിൽ നിർത്തിയേ പറ്റൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കും. എപ്പോഴും ആ വ്യക്തിയോട് മിണ്ടാൻ തോന്നും, അധികം താമസിയാതെ പ്രപ്പോസ് ചെയ്യും, നേരെ അത് ഈ ആദ്യം നമ്മൾ സൂചിപ്പിച്ച പ്രശ്നങ്ങളിലേക്കെല്ലാം. അപ്പം പൊതുവേ ചെയ്യേണ്ടത്, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മുടെ ക്ലാസ്സിലുള്ള, ചർച്ചിലുള്ള, അയൽവക്കത്തുള്ള, ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളിനോട് നമുക്ക് ടെക്സ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നേക്കാം, ഇല്ലെങ്കിൽ കോൾ ചെയ്യേണ്ട ആവശ്യം വന്നേക്കാം, അത് നമ്മൾ ചെയ്യണം. പക്ഷേ നമുക്കറിയാം, അതിപ്പോൾ ഒരു പ്രീ അഡോളസൻസ് ടൈം തൊട്ട് നമുക്കറിയാം, നമ്മൾ പറയത്തില്ല കാള വാല് വെക്കുമ്പോളെ അങ്ങനെ ഒരു ചെറിയ ഇൻഡിക്കേഷൻ കാണുമ്പോൾ തന്നെ അതിനെ അഡ്രസ്സ് ചെയ്യണം. അല്ലാതെ ഒളിച്ചും പാത്തുള്ളൊരു ഇതുണ്ടല്ലോ. ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടി പുറകെ വന്നിങ്ങനെ പ്രപ്പോസൊക്കെ ചെയ്യുന്നു, അവൾക്ക് താല്പര്യമൊന്നുമില്ല, എന്നാലൊരു രസം. അപ്പോൾ പറയാതെ ഇങ്ങനെ പുള്ളി ഒന്ന് കളിപ്പിച്ച് എന്നിട്ട് 4 പേരോട് എന്ന് പറഞ്ഞതേ നടക്കുന്നുണ്ട് എൻ്റെ പുറകെ, അതൊരു ക്രെഡിറ്റ് ആയിട്ട് മിക്കവാറും അത് അവസാനം റിലേഷൻഷിപ്പ് ചെന്ന് കലാശിക്കും. അത് ഇപ്പം നമ്മൾ പറയും പിശാചിനോട് കിന്നരിക്കാൻ പോയതാണ് ഹവ്വയ്ക്ക് പ്രശ്നമായത്. പിശാചിനോടൊത്തും മിണ്ടാതെന്ന് പോകേണ്ട കാര്യമില്ല, അത് അവിടെ വേണ്ടിയ കേസല്ല. ഇത് തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ, തൊടരുതെന്ന്, അങ്ങനെ കാര്യമില്ല. അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തുക, റോങ് ഇൻറ്റൻഷൻ മനസ്സിലായ ഉടൻ തന്നെ അത് ഹാൻഡിൽ ചെയ്യുക. ഈ അബ്യൂസിൻ്റെ ഉൾപ്പെടെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് അത്. എനിക്കറിയാവുന്ന പല കേസുകളിലും ഈ അബ്യൂസ് നടക്കുന്നതിൽ 70% ആളുകൾ അബ്യൂസേഴ്സ് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരും, ഫ്രണ്ട്സ്, അങ്കിൾമാർ, കസിൻസ്, അയൽവാസി, ഒരു ലീഡർ, ടീച്ചർ, അതുപോലത്തെ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ സ്പിരിച്വൽ ലെവലിൽ നിൽക്കുന്നവരൊക്കെ ആ കൾപ്രിറ്റ് ലിസ്റ്റിലൊക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആരാണെങ്കിലും കൊള്ളാം, ഇൻറ്റൻഷൻ ചെറുതായിട്ട് മാറുന്ന ആദ്യത്തെ മൊമെൻറ്റിൽ തന്നെ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം, അഡ്രസ്സ് ചെയ്യണം. നോ പറയണത് നോ പറഞ്ഞിരിക്കണം. അപ്പം അങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സെക്സിനോട് സംസാരിക്കുമ്പോൾ തന്നെ റോങ് ആയിട്ട് ഇൻറ്റൻഷൻ വരുന്നവരെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അത് നോ പറയേണ്ടടുത്ത് നോ പറയുക.